നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് HR പോർട്ടൽസ് ആണ്. HR പോർട്ടൽസിൻ്റെ മീനിങ്: ആൻ HR പോർട്ടൽ ഈസ് എ സെൻട്രലൈസ്ഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് വിത്ത് ആക്സസ് ടു HR റിലേറ്റഡ് ഇൻഫർമേഷൻ, ടൂൾസ് ആൻഡ് സെൽഫ് സർവീസ് ഫംഗ്ഷൻ. ഇത് കൂടുതൽ HR പോർട്ടൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് MNCs ആയിരിക്കും. അപ്പോൾ ഒരു വലിയ കമ്പനിയുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഒരു HR പോർട്ടൽ എന്ന് പറയുന്നത്. ഇത് എംപ്ലോയീസിനും മാനേജേഴ്സിനും ഹ്യൂമൻ റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ്, എന്തൊക്കെ ടൂൾസാണ് നമ്മളെ കമ്പനി യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ സെൽഫ് സർവീസസ് ഉണ്ട്, അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സെൽഫ് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ലീവിന് അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും HR പോർട്ടലിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി ടെക്നോളജീസ് ഫെസിലിറ്റേറ്റിംഗ് ഇഫക്റ്റീവ് HR പോർട്ടൽ. ഒരു HR പോർട്ടൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഈ പറയുന്ന ടെക്നോളജീസൊക്കെ വേണം നമുക്ക്. ആദ്യത്തേത് വർക്ക് ഫ്ലോ സിസ്റ്റം, ഓട്ടോമേറ്റ് HR അപ്രൂവൽ പ്രോസസ്സ്. അപ്രൂവൽ ഓട്ടോമേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമ്മുടെ HR അപ്രൂവൽ പ്രോസസ്സിനെ ലിങ്ക് ചെയ്യണം. അതായത് റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, AI തന്നെ കമ്പയർ ചെയ്തിട്ട് അത് സിസ്റ്റം ജനറേറ്റഡ്, ദിസ് ലെറ്റർ സിസ്റ്റം ജനറേറ്റഡ് എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പം അങ്ങനെ ചെയ്യണം നമ്മൾ. ആ ഒരു രീതിയിലാക്കണം. അതാണ് വർക്ക് ഫ്ലോ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇപ്പോൾ ലീവിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ജെനുവിൻ റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ദിസ് ഇസ് സിസ്റ്റം ജനറേറ്റഡ് ആൻഡ് യുവർ ലീവ് ഇസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എംപ്ലോയിക്ക് ഒരു വിത്തിൻ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ കിട്ടും. അങ്ങനെ. ഇനി മാനേജർ സെൽഫ് സർവീസ്, MSS, എനേബിൾ മാനേജേഴ്സ് ടു ഹാൻഡിൽ ടീം റിലേറ്റഡ് HR ടാസ്ക്. ഇനി മാനേജേഴ്സ് HR പോർട്ടലിനകത്ത് ചെക്ക് ചെയ്യുന്നതാണ് മാനേജർ സെൽഫ് സർവീസ്. അവരെന്താ അതിൽ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ടീമിന് എന്തെങ്കിലും HR ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും ടിക്കറ്റ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ മാനേജേഴ്സിന് അവരുടെ ടീമിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നിച്ച് വ്യൂ ചെയ്യാൻ പറ്റും മാനേജർ സെൽഫ് സർവീസ് സിസ്റ്റത്തിനകത്ത്. ഇനി എംപ്ലോയി സെൽഫ് സർവീസ് സിസ്റ്റം അലൗ എംപ്ലോയീസ് ടു മാനേജ് പേഴ്സണൽ HR ഡീറ്റെയിൽസ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാനായിരിക്കും എല്ലാ എംപ്ലോയീസിനും. അതായത് എംപ്ലോയി സെൽഫ് സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ഓപ്പൺ ആണത്. അത് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ, അവരുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയി സെൽഫ് സർവീസ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇൻറ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ്, IVR, എനേബിൾ വോയിസ് ബേസ്ഡ് HR ഇൻറ്ററാക്ഷൻ. അപ്പോൾ IVR എന്ന് പറയുന്നത് എന്താ പറയുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ HRൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഓട്ടോമേറ്റ് ചെയ്തൊരു കോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കോളാണ് ഇൻറ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എംപ്ലോയീസിന് റിമൈൻഡേഴ്സ് പോകും. അവർക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൈൻഡർ കോളായിട്ട് അവർ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നവരെ അവർക്ക് ആ കോൾ ചെന്നുകൊണ്ടിരിക്കും. ഓക്കെ, അവർ പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കുന്നിടം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് IVR. പിന്നെ HR സർവീസ് സെൻറ്റർ. HR സർവീസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് HR ക്വറി മാനേജ്മെൻറ്റ്. സെൻട്രലൈസ്ഡ് HR ക്വറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ HR ക്വറീസും അതിൽ ഇപ്പം നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അതിനൊരു ഡെഡിക്കേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡ് HR ക്വറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ HRIS ഇൻ്റഗ്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ HR പോർട്ടലുമായിട്ട്. സിങ്ക്രൊണൈസ് ഡേറ്റ വിത്ത് HRIS ഡേറ്റാബേസ്. നമ്മുടെ HR പോർട്ടൽ നമ്മളുടെ കമ്പനിയുടെ HRIS സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡേറ്റാസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, HRIS ഡേറ്റാബേസിൽ നിന്ന് ആണ് എടുക്കേണ്ടെങ്കിൽ അതെടുത്ത് നമുക്കതിൽ കാണിച്ചു തരും. നമുക്ക് നമ്മുടെ HR പോർട്ടൽ അത് കാണാൻ പറ്റും. പിന്നെ സ്റ്റാൻഡ് അലോൺ HR സിസ്റ്റംസ്. സ്റ്റാൻഡ് അലോൺ HR സിസ്റ്റം എന്ന് പറയുമ്പോൾ പേറോള്, ട്രെയിനിങ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് HR പോർട്ടലിലും ഉണ്ടാവും. അപ്പോൾ ട്രെയിനിങ്, പേറോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും. സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതാത് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഡേറ്റ മാർട്ട് ആൻഡ് ഡേറ്റ വെയർ ഹൗസ്. അപ്പോൾ ഡേറ്റ മാർട്ടും ഡേറ്റ വെയർ ഹൗസ് എന്ന് വെച്ചാൽ അനാലിസിസിന് വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഉള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, ഈ ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുക, പിന്നീട് അത് അനലൈസ് ചെയ്യുക, പിന്നീട് അത് റിപ്പോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഡേറ്റ മാർട്ട് ആൻഡ് ഡേറ്റ വെയർ ഹൗസ് നമുക്ക് ചെയ്യുന്നത്. എംപ്ലോയീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് HR പോർട്ടൽ. HR പോർട്ടലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ HR പോർട്ടൽ റിലേറ്റഡ് ഫാക്ടേഴ്സ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. ഇപ്പം ഇത് ഈ HR പോർട്ടൽ യൂസ് ചെയ്യുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടിരിക്കും, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് യൂസ് ചെയ്തിട്ടുള്ള. അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി, നമുക്ക് എത്രത്തോളം അറിയാം
ഡിജിറ്റലി നമ്മൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പോൾ അതും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഈ HR പോർട്ടൽ വെച്ചിട്ട്. പിന്നെ ആക്സസിബിലിറ്റി ആൻഡ് ഈസ് ഓഫ് നാവിഗേഷൻ, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ HR പോർട്ടൽ, അതിൻ്റെ നാവിഗേഷൻ ഈസി ആണോ, അതിൻ്റെ നമ്മുടെ ഇൻ്റർഫേസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെ. പിന്നെ പെർസെപ്ഷൻ ഓഫ് യൂസ്ഫുൾനെസ്, അതായത് യൂസ്ഫുൾനെസ് എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് അത് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ, അതൊക്കെ. ഇനി HR പോർട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഫങ്ഷനാലിറ്റി ആൻഡ് റിലയബിലിറ്റി, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർഫേസ് ഡിസൈൻ ആൻഡ് സിസ്റ്റം സ്പീഡ്, അതായത് അതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ തുറന്ന് കാണുമ്പോൾ ഉള്ളതാണ് ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എങ്ങോട്ടാണ് നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇൻ്റർഫേസ് ഡിസൈൻ ആൻഡ് സിസ്റ്റം സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഇൻ്റഗ്രേഷൻ വിത്ത് HRIS ആൻഡ് മൊബൈൽ ആപ്പ്, ഇൻ്റഗ്രേഷൻ വിത്ത് HRIS ആൻഡ് മൊബൈൽ ആപ്പ്, ആ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് HRIS മൊബൈൽ ആപ്പും ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ. നമുക്ക് മൊബൈൽ ആപ്പുമായിട്ട് നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ലിങ്ക് ചെയ്യാം. ആ ലിങ്ക് എത്രത്തോളം പ്രോപ്പർ ആണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് HR സ്ട്രാറ്റജി അലൈൻമെൻറ്റ്, നമ്മൾ HRൻ്റെ സ്ട്രാറ്റജി അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സുമായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്താണോ പോകുന്നത്, അതായത് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസിനെ ഡയറക്റ്റ് ചെയ്തിട്ട് തന്നെയാണോ നമ്മുടെ HR സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ ഉള്ളത് മാനേജ്മെൻറ്റ് സപ്പോർട്ട്, നമുക്ക് എത്രത്തോളം മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ട് നമ്മുടെ HR പോർട്ടലിൻ്റെ. പിന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൾച്ചർ, നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അതോ എന്തെങ്കിലും വീക്ക്നെസ്സസ് ഉണ്ടോ, നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ HR പോർട്ടലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സാണ് HR സ്ട്രാറ്റജി അലൈൻമെൻറ്റ്, മാനേജ്മെൻറ്റ് സപ്പോർട്ട്, IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചറാണ് കേട്ടോ.